താഴെ കുറെ ഈ പ്രോപ്പർട്ടിയുടെ അവിടെ മണ്ണൊക്കെ അടിച്ചേക്കുന്നല്ലേ ആ വഴി. ഈ സെയിം പ്രോപ്പർട്ടി തന്നെ അവർ വന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കണ്ടത്. ഇതാണ് പ്രോപ്പർട്ടി. മഴയില്ലാത്ത സമയത്ത് നല്ല രസം. പക്ഷെ മഴയെ ഒരു സുഖം. ഇത് ഫുൾ മഴ ദിവസമാണ് ഇന്ന്. ഇന്നലെ റെഡ് അലർട്ടൊക്കെ ആയിരുന്നു. ഇന്ന് ഓറഞ്ചായോ? ഇതെല്ലാം കോട്ടേഴ്സ് അല്ലേ മുകളിലൊക്കെ? നൈമിഷ. നമ്മള് മാനസയിലെ ഈ അമ്മ കുറെ താഴ്ത്തൊട്ടുണ്ടല്ലോ. തിരിച്ച് നമ്മളൊരു സ്റ്റീപ്പ് ക്ലൈംബിങ് ആയിരിക്കും. ഇതാണ് നമ്മുടെ പൂൾ ഏരിയ. ഈ കാണുന്നത് ആ മറലിയാണ്ണെ കണ്ടില്ലേ? പൂൾ ഏരിയയിലോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. താഴെ പോയിട്ട് വരാം. അവിടെ കയറി വരുമല്ലോ മുകളിലേക്ക്. സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കമാണല്ലോ. നൈമിഷയില് കോട്ടേജസ് അല്ലേ? ബാൽക്കണി ഒക്കെ ഉണ്ട്. കോട്ടേജസിന് ബാൽക്കണി ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബാൽക്കണി ആയിട്ടില്ല, ഒരു ഫ്രണ്ടിലൊരു ചെറിയൊരു നല്ല പൊരിഞ്ഞ മഴയാണ്. പൊരിഞ്ഞ മഴയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോട്ടലി agreeable after the scorching summer of Hyderabad. അതെ അതെ, ഹൈദരാബാദ് ഇങ്ങനെ പറയും നമ്മുടെ ഒരു ഡ്രീം ആയിരുന്നു. ബട്ടർഫ്ലൈ മഴ നനഞ്ഞ് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നിന്നാലേ അതിനെ സ്വിം ചെയ്തെടുക്കുന്ന പോയി താഴത്തോട്ട് പോയി. ഇപ്പം നല്ല വ്യൂസ് ഒക്കെയാണ്, അതൊക്കെ നിങ്ങൾ കാണാം. ഇതാ ഒരു കോട്ടയിലോട്ട് കയറി പോകുന്നത് ഇവിടുന്ന്. നൈമിഷ അല്ലേ? അവിടെ കോട്ടേഴ്സ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് താഴെ. ക്യാമ്പ് ഫയറിന്റെ ഏരിയ ആണ്. അതിൽ വിറകൊക്കെ വെച്ചേക്കണുണ്ടല്ലേ? താഴെ ദൂരമൊക്കെ ഒരു കോട്ടേഴ്സ് കാണാം ഇവിടെ നോക്കിയാല്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണം. അത്രയും കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇങ്ങോട്ട് പോവാം, തിരിച്ചു പോവാം, പൂളിന്റെ ഒക്കെ ഏരിയയിലോട്ട് പോവാം. ഇത് നല്ല രസമുണ്ടല്ലേ? ഒരു ടെമ്പിൾ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു താഴെ. കുറെ ട്രീസ് ഒക്കെ ഉണ്ട്, ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടോ? പ്ലാവിലെ ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നതാണ്. ഇത് എത്ര ഏക്കറെന്ന് പറഞ്ഞു? ഇതിനകത്തല്ലേ? ഇതിന് പൂളിൻ്റെ അടുത്ത് നിന്നിട്ടെടുക്കുക. ഓക്കെ, നമ്മുടെ ഈ ബിൽഡിംഗ് അല്ലേ നമ്മൾ താമസിക്കുന്ന? മാനസ അല്ലേ? മാനസയുടെ സൈഡിലുള്ള സ്റ്റെപ്പാണ് പൂളിൻ്റെ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വന്നേ, ഒരു മിനിറ്റ്. കയറി കയറി ഓക്കെ. ഞാനെടുത്തത് സൂക്ഷിച്ചേ. ഇയാളെ മാത്രം ഞാൻ എടുക്കണം. ഇറ്റ്സ് ലവ്ലി പൂൾ. ഹായ്. ഇപ്പൊ വെള്ളത്തിലിറങ്ങിയ മൊത്തമായിട്ട് അങ്ങനെ കയറുന്നു.
ഉണ്ടപ്പോ ഞാൻ ഇയാളുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞു. ഇത് വേണ്ട, ഐ ആം ഗോയിങ് റൂം. അത് ഞാൻ എടുത്തോണ്ട് വരാം. റിസപ്ഷൻ്റെ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 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 നോക്കിയോ. ഇതാണ് റിസപ്ഷൻ്റെ ഏരിയ. മോർണിംഗ്. മഴ ദിവസമാണല്ലേ. മഴ മഴ മഴയും കോടയൊക്കെ ആയിട്ടുള്ളൊരു ദിവസമാണല്ലോ. മഴ ഇങ്ങനെ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. ആ കോട്ടേജസ് കാണാം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്.
മഴയും കോടയൊക്കെ ആയിട്ടൊരു ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ വന്നതാണ് ഈ റെസ്റ്റോറൻറ്റിൽ. അതെ അതെ, ഇത് ശരിക്കും ഓർഗാനിക് ആണ് അല്ലേ? ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ്സോ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ ഓക്കെ. ബാക്കി കടയിൽ നിന്ന് കാണുന്ന അത്ര വലിയ ഭംഗിയൊന്നും കാണത്തില്ല. സ്മെല്ലിനൊരു വ്യത്യാസമാണ്. എത്ര ചെറുതല്ല, പ്രൊഡക്ഷൻ കുറവാദ്യം. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു 125-year-old റെസിപ്പിയാണ്. എന്റെ മദർ ഉണ്ടാക്കുന്നതാണ് ഈ 3 ഓയിൽ. ഈ ഓർഗാനിക് സ്കിൻ ഓയിൽ. ബ്യൂട്ടി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ they can just stop it and use it. ഓക്കെ. നമുക്കിത് ലൈവായിട്ടും നമുക്ക് അറിയുന്നവരെ ഉപയോഗിച്ച് ഇതെല്ലാം ഇത് ശരിക്കും ഒരാൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 മാസം യൂസ് ചെയ്യാനുള്ളത്. കാരണം 50 ദിവസം വട്ടത്തിൽ യൂസ് ചെയ്തു. ഇവിടെ ഒരു കട്ടായിട്ടൊക്കെ അവിടെ ക്ലൈമറ്റ് ആണ്. നിങ്ങൾ റൂമിൽ യൂസ് ചെയ്യുന്ന സോപ്പ് ഇല്ലേ, ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊമേഴ്ഷ്യൽ ഇതല്ല ഉള്ളത്. ഇതെല്ലാം ഒരു റൂറൽ വിമൻ എംപവർമെന്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് എല്ലാം നടക്കുന്നത്. ഇൻക്ലൂഡിംഗ് ഇത് ഈ തേയിലത്തോട്ടം ഓർഗാനിക്സ് എന്ന് പറയുന്ന ഫ്രണ്ട് ഒരു അച്ഛനും അമ്മയും 3 പെൺപിള്ളേരുടെയും കൂടെ സംഭവം. ഗ്രാമ്യ എന്ന് പറഞ്ഞ പ്രോജക്ട് അവർ ചെയ്തിട്ട് വിത്ത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ ഫണ്ടിങ് കൂടി ഒരു ഗ്രാമീണ പ്രോജക്ട് ചെയ്തിട്ട് പ്രോസസിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സാധനങ്ങളാണിത്. നമ്മള് പരമാവധി നമ്മൾ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് വയ്ക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഗ്രാമ്യ അവരുടെ പ്രോഡക്ട്സും സാധനങ്ങളൊക്കെ ഈ ഹാൻഡിക്രാഫ്റ്റ്സും ഇത് എല്ലാം ചേന്നോങ്ങനം കൈത്തറി. ഈ സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ കൈത്തറിയാണ്. അത് ഞങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്ട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സ്റ്റിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണല്ലോ ഈ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ സാധനങ്ങൾ. ഈ ഹാൻഡ്ലൂമിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് ഈ ചേന്നോങ്ങനം കൈത്തറിയും കൂത്താമ്പള്ളിയാണ്. 2 ഇത് കൂത്താമ്പള്ളിയാണ്. ഹാൻഡ്ലൂം അല്ല, പക്ഷേ അവിടെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സംഭവമാണ് ഡിസൈനിൽ കൂത്താമ്പള്ളിയിലാണ് എയർ ഹാൻഡ്ലൂംസ്. ഏറ്റവും നല്ല ഡിസൈൻസും ഇതുള്ള സാരീസുകളാണ്. കൂത്തമ്പള്ളിയിൽ കുറെ എണ്ണം വന്നല്ലോ. ഞങ്ങൾ കുറെ വെച്ചിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട് കുറെ സാധനം. കോയമ്പത്തൂർ എന്നുള്ളത് ഇഷയിൽ പോയപ്പോ അവിടെ ചെറിയ കടകളുണ്ട്. ഇതൊക്കെ ഇഷയെന്ന് അല്ലേ? ഇവിടെ താഴെ ദേവി ടെമ്പിൾ ഉണ്ട്. ടെമ്പിൾ ഉണ്ട് താഴെ ഇറങ്ങി അരുവിക്ക് പോണതിന് റൈറ്റ് സൈഡ്. So she is the one powering this place. അത് ഞാനൊരു 12 ഇയേഴ്സോളം ഒരു ഇടക്കുവരെ കൂടെ നടന്നിരുന്നില്ല. കാരണം നമ്മൾ ഹൈലി സക്സസ്ഫുൾ പേഴ്സൺ ആണ്. Why all these things and even സദ്ഗുരു സിംഗപ്പൂർ എന്നപ്പോഴത്തേക്കും ഏഴെക്കാലം ആര് പോകുന്ന വെച്ചാണ്. പിന്നെ ഞാൻ 6 months ഞാൻ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് 6 times സിംഗപ്പൂർ ടു ഇഷ വന്നു. 6ാം മാസം കൊച്ചിന്റെ അഡ്മിഷൻ അവിടെ ഇരിക്കുകയാണ്. ദേവി വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു. 2 many things ഞാൻ വോളണ്ടിയർ ചെയ്തു. അതിന്റെ എല്ലാം സിംഗപ്പൂരിലെ എവിടെ? ഏത് FMG ടെക്നോളജി. മിഡിൽ ഈസ്റ്റും ഉണ്ട്. അവിടെ സർഫസിലാണ്, ഞാൻ സബ്സിയിലാണ്. കടന്നടിയുന്ന ഓയിൽ ആൻഡ് ഗ്യാസിന്റെ എല്ലാ ഷെവറോൺ സാധനങ്ങൾ ഏത് കമ്പനി എടുത്താലും നമ്മുടെ കസ്റ്റമർ. ഞങ്ങളാണ് അവരുടെ മെയിൻ എക്യുപ്മെന്റ്സ് കമ്പനി കൊടുക്കുന്നത്. ഞാനൊക്കെ കൺട്രോൾ സിസ്റ്റംസിന്റെ എഞ്ചിനീയർ ആയിരുന്നു, എഞ്ചിനീയറിംഗ് മാനേജർ ആയിരുന്നു, പിന്നെ ലാസ്റ്റ് പ്രോജക്ട് മാനേജർ ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മോർ ഫോക്കസ് ഹ്യൂമൻ വെൽബീങ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് വാട്ട് വി ക്യാൻ ഓഫർ എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ആ ഒരു എലിമെന്റ്സ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ വന്നാൽ എങ്ങനെ ഉണ്ടാവണം, ഇനീഷ്യൽ ഡിസൈൻസ് എല്ലാം നമ്മൾ എറണാകുളത്ത് ഒരു ഐഡിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ചിത്രം ഹബിനടുത്ത് ഞങ്ങൾക്ക് ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ നെടുങ്കുപ്പുറയില്. നിങ്ങൾ സിവിൽ ആയതുകൊണ്ട് അറിയുന്നുണ്ടോ? നമുക്കറിയില്ല, നമ്മളിപ്പോ ഒത്തിരി അതിലായിട്ടും ഇവിടെ ഇല്ല. അവരാണ് ഇനീഷ്യൽ ഡിസൈൻ ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് മോഡിഫൈ ഇതൊക്കെ സിംഗിൾ ഉണ്ടായിരുന്നു. ഞാൻ മേളിൽ നമ്മുടെ കൂടി ചേർത്തെടുത്തു. പിന്നെ മറ്റേ റെസ്റ്റോറന്റ് അവിടുത്തെ ബിൽഡിംഗ് ഞാൻ കുറച്ച് അതിനടി സ്റ്റോറും കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാൻ കുറച്ച് റീഡിസൈൻ ചെയ്തു. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് ലൈക്ക്
അവര് ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്ക് അറിയാത്ത കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്. പ്രാക്ടിക്കൽ ഇഷ്യൂസ് പറയുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡസൻ മീൻ യു ക്യാൻ യൂസ് എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ്. എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ് യു നീഡ് അനദർ പെർമിറ്റ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോളജി ആൻഡ് മൈൻസ്. ആ ജിയോളജി മീൻസ് പെർമിറ്റ് ഒരിക്കലും കിട്ടില്ല. കസ്തൂരി രംഗൻ പഞ്ചായത്ത് നമ്മുടെ നാട്ടിൽ സിസ്റ്റർ ഡിസ്കണക്ട് ആണ്. പഞ്ചായത്ത് ബിൽഡിംഗ് പെർമിറ്റ് വരുന്നു, ഡസൻ മീൻ യു ക്യാൻ ഈവൻ കൺസ്ട്രക്ട് എനിത്തിങ് ഹിയർ. അങ്ങനെ വരുമ്പോഴാണ് ഈ ആർക്കിടെക്ടിന്റെ 4 ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് കമ്പൈൻ ചെയ്ത് ഒരു ബിൽഡിംഗ് ആക്കേണ്ടി വരും മിക്കവാറും. കാര്യം പണിത് വലിയ എഫേർട്ട്. ഈ എർത്ത് മൂവിംഗ് സാധനം എടുത്ത് പണിയാനാണ്. എർത്ത് മൂവ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റഡ് ടൈം കൊണ്ട് നമ്മൾ വേറെ മാർഗങ്ങളാണ് ചെയ്യുന്നത്. രാത്രിയൊക്കെ ഇരുന്ന് പണി ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാവരും ചെയ്യും. പക്ഷെ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് തിങ്സ് എനിക്ക് ഒരു കോൺഫറൻസ് റൂം ഇല്ല, ഇവിടെ റിസപ്ഷൻ മാത്രമായിട്ട് ചെയ്യൂ. ഇനീഷ്യലി ചെയ്യുമ്പോൾ നമുക്കൊരു 6 റൂമിന്റെ 6 റൂം പുള്ളിയുടെ ഡിസൈൻ 28 ഡിസൈൻ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ തൽക്കാലം 6 പണി പറിക്കാറായിട്ടില്ല. ഇവിടെ ഇത് ഇങ്ങനെ പണിതൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ. അത് നല്ല രസമുണ്ടല്ലോ. ഇത് നല്ല ഭംഗിയുണ്ട് സ്ഥലം. നല്ല സ്ട്രീമാണ്. ആ റിസോർട്ടിന്റെ പുറകിലെ ഒരു സ്ട്രീമേ നല്ല രസമുണ്ട്. ഉണ്ടല്ലോ മുകളിൽ നിന്ന് പറയുന്ന സ്ട്രീംസ് ഒക്കെ ഒഴുകി വരുന്നുണ്ട്.
കല്ലാർ പാലത്തിനടുത്തുള്ള കല്ലാർ വാട്ടർഫോൾസ്. വേളാങ്കണ്ണി നഗർന്നാണ് ഒരു കുമ്പൻപാറ. വാളറ വാട്ടർഫോൾസ് അവിടെ. വാ, അപ്പോൾ അതിന് വാളറ വാട്ടർഫോൾസ് ഉണ്ട്. നമ്മൾ വണ്ടി കയറാൻ പോവാ. വാ, ഒരു ഫോട്ടോ എടുക്കാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ നോക്കിയാ, ഇവിടെ നോക്കിയാ. ചെപ്പാറ വാട്ടർഫോൾ. അവിടെ ഒന്നും ഇരിക്കണ്ട. ചെപ്പാറ വാട്ടർഫോൾ ബാക്കിലോട്ടൊക്കെ പോകുന്നുണ്ട്. ചാടിച്ചാടി താഴെ എത്തി. കാഴ്ചക്കാരെ കാണാൻ എത്തുന്നുണ്ട്. നമ്മളതെല്ലാം കണ്ടു. ഇനി റോഡിൻ്റെ താഴത്തോട്ട് പോവാണ്. വാ, അടിപൊളി. സ്റ്റെപ്പികൾ തട്ടി തട്ടി പോകുന്നുണ്ടോ? ഫുൾ സ്ട്രെച്ച് എടുക്കുന്നുണ്ട്. വാവ്, വേണ്ട. നേരിമംഗലം പാലം, നേരിമംഗലം പാലം, നേരിമംഗലം പാലം. ബ്രിട്ടീഷുകാരും